ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നു. ഇന്ന് നമുക്ക് വീട്ടിലെ വിശേഷങ്ങൾ നോക്കാം. എന്തൊക്കെ ഉണ്ടെന്ന്. അമ്മാമ എന്തെങ്കിലും പറ. അമ്മാമ എന്തെങ്കിലുമൊക്കെ പറ. എനിക്കൊന്നും പറയാനില്ല, പറഞ്ഞതൊക്കെ മതി. ഇനി എന്തൊരു പറയാനാണ്? എനിക്ക് എൻ്റെ കാര്യമേ പറയാനുള്ളൂ. അതെന്താ അമ്മാമ അങ്ങനെ ഒരു സംസാരം? എന്തു പറ്റി അങ്ങനെ ഒരു സംസാരം? അണ്ണി അമ്മേടെ മൂക്കിൽ എന്തരമ്മ? മൂക്കിൽ എന്തരാണ്? എന്തൊരു ചുട്ടിയ മാമ? മൂക്കി ചുട്ടിയാ? അതവര് മരുന്നിട്ടേക്കാണ് മൂക്കില്. ഗൈസ്, ഇതാണ് നമ്മളെ പുതിയ ടി വി. വാങ്ങിച്ച് ഗൈസ്. മാസം 2 ഞാൻ ഇപ്പം പറയാം എന്ന് വിചാരിച്ച്. എന്തെങ്കിലുമൊക്കെ പറയട്ടെ. പിന്നെ ഈ ട്രോഫി മൊത്തവും എൻ്റെ അല്ല, എൻ്റെ ആണെന്ന് ഞാൻ പറയത്തില്ല. ഇതെൻ്റെ ചേട്ടൻ്റെ ട്രോഫിയാണ് ഗൈസ്. ഒരുപാടുണ്ടായിരുന്നു, ഇപ്പം ഇത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ തുരുമ്പെടുത്തൊക്കെ പോയി. പിന്നെ കുറേ ആക്രിക്കാർക്കൊക്കെ കൊടുത്ത്. പിന്നെ ഇത് മൊത്തം ഗപ്പീസാണ് ഇതിൽ കിടക്കുന്ന. ഒരുപാടുണ്ടായിരുന്നു, എല്ലാം ചത്തുപോയി. ഇപ്പോൾ കുറച്ചേ ഉള്ളു. പിന്നെ അവിടെ നിന്ന് ഒരാൾ മൂങ്ങക്കണ്ണ് വെച്ച് എത്തി നോക്കുന്ന കണ്ടോ? പിന്നെയുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സംഭവം ഞാനാണ് ഉണ്ടാക്കിയ. ആരെയും കണ്ടറിഞ്ഞ് ഞാൻ വിശ്വസിക്കൂ. ഇതാണ് ഗൈസ്, ഇതാണ് എൻ്റെ വാട്ടർ ബോട്ടിൽ. ഇതിലാണ് ഞാൻ എപ്പോഴും വെള്ളം കുടിക്കുന്ന. നമുക്ക് വെളിയിലോട്ടൊന്ന് ഇറങ്ങി നോക്കാം ഗൈസ്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്ന്. ഇവിടെ മൊത്തം പച്ച കളികളാണ്. ഓരോ ടൈപ്പ് ഇല പോലത്തെ ചെടികളും പ്ലാന്റുകളൊക്കെയാണ് ഉള്ളത്. ഇത് ഞാൻ ചെരുപ്പ് വയ്ക്കാനായിട്ട് ഉണ്ടാക്കിയതാണ് ഈ സംഭവം. പിന്നെ ഇത് ഇവിടെ മൊത്തം ഇലയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ പൂ വെച്ച് കഴിഞ്ഞാൽ കിളിക്കത്തില്ല, പൂച്ചെടി വെച്ച് കഴിഞ്ഞാൽ കിളിക്കത്തില്ല. മൊത്തം ഇലയും കാര്യങ്ങളൊക്കെയാണ് ഉള്ള. പൂവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകപ്പാടുള്ള പൂ ഇത് മാത്രമാണ്, ഈ വെള്ള പൂ പിടിക്കുന്ന ചെടി. പിന്നെ ഇതാണ് എൻ്റെ ഗാർഡൻ. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ഗൈസ്. ഇപ്പോൾ ഇത് വെള്ളം നിൽക്കുന്നില്ല. ഇത് മീനെയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലിട്ട മീനും ചത്തുപോണ്. എന്തോ പറയാനെന്ന് പറ. ഇതാണ് നമ്മളെ റോഡ് പൈപ്പ്. ഇതിലാണെങ്കിൽ വെള്ളം ഇത്തിരി ആയിട്ട് വരത്തേ ഉള്ളൂ, കുറച്ചായിട്ട് വരത്തേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ട്, പിന്നെ ഇതാണ് നാരങ്ങ, കമ്പിളി നാരങ്ങയാണിത്. പിന്നെ ഇത് കണിക്കൊന്നയാണ്. ഇതൊന്ന് വലുതായിട്ട് ഇതിൽ നിന്ന് പൂ പിടിച്ചിട്ട്, ഇതിൻ്റെ പൂ പിടിക്കുന്ന കണ്ടിട്ട് ഞാൻ ചത്താൽ മതി. ഒരുപാട് വർഷമായിട്ട് നിൽക്കുന്നതാണ്, ഇതുവരെയായിട്ട് അത് വലുതാവുന്നില്ല, പൂ പിടിക്കുന്നതുമില്ല. അടുത്ത വർഷമെങ്കിലും പൂ പിടിച്ചാൽ മതിയായിരുന്നു. പിന്നെ മാവിലേക്ക് കണ്ട മണി പ്ലാന്റ് പടർന്നു പോയേക്കുന്നുണ്ട്. പിന്നെയുള്ള ചെടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ കടലാസ് പൂ പിടിക്കുന്ന ചെടിയാണ്. ഇതും ഒന്ന് വലുതായിട്ട് പൂ പിടിച്ചാൽ കൊള്ളായിരുന്നു, അടിപൊളിയായിരിക്കും. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് നല്ല രീതിയിൽ വളർത്തിയെടുക്കുകയാണ് ചെറുക്കന. ഒന്ന് പൂ പിടിച്ച് കണ്ടാൽ മതി. പിന്നെ നമ്മളെ പ്ലാവിൽ ചക്ക സീസണൊക്കെ കഴിഞ്ഞ് നമ്മളെ പ്ലാവിൽ ആകെപ്പാടുള്ള അവസാനത്തെ ഒരു ചക്കയാണ് നിൽക്കുന്നത്. ഇത് സൈസായെന്തോ നോക്കണം, ആയില്ലെന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് കണ്ടിട്ട് ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഞാൻ എൻ്റെ മിന്നൂട്ടീനെ കാണിച്ചു തരാം നിങ്ങൾക്ക്. അങ്ങോട്ട് പോവുകയാണ്. അയ്യോ, എൻ്റെ മിന്നൂട്ടി വെയിലത്ത് കിടക്കുന്നു. ഇപ്പം വന്നുകൊണ്ട് ഭാഗ്യം, വെയിലത്തുനിന്ന് അഴിച്ച് മാറ്റി കെട്ടാം നമുക്ക്. നമ്മളെന്തായാലും മിന്നുവിനെ അഴിച്ച് കൂട്ടിലാക്കിയിട്ടുണ്ട്, വെള്ളവും വെച്ച് കൊടുത്തിട്ടുണ്ട് കുടിക്കാനായിട്ട്. ഇതാണ് ഗൈസ് നമ്മളെ വീട്ടിലെ മുല്ല. ഇത് ഈ പൂ പിടിക്കാൻ ഭയങ്കര പാടാണ്. നമുക്കെന്തായാലും ബാക്ക് വശത്തേക്ക് പോകാം.
പോയൊന്ന് നോക്കാം. ഇതാണ് ഗൈസ് എൻ്റെ വീട്ടിലെ മറ്റേ കിടക്കുന്ന മറ്റേ ഊഞ്ഞാൽ. ഞാൻ ഫ്രീ ടൈമുകളിൽ ഇവിടെയാണ് ഞാൻ വന്ന് കിടക്കുന്നത്. വല മൊത്തം പൊട്ടിപ്പോയി. എന്തമ്മ വായി നോക്കിക്കുന്ന? ആരാ? ഞാൻ വീഡിയോ കോളിലൊന്നുമല്ല. ഇതാണ് നമ്മളെ ഷുട്ടു. നിങ്ങളെല്ലാവരും ഞാൻ യൂട്യൂബിൽ കയറ്റും. സോറി ഗൈസ്, ഇതാണ് സത്യത്തിൽ ഷുട്ടു. മാറിപ്പോയി. ഇത് ഷുട്ടു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുട്ടുവിൻ്റെ അമ്മയാണ്. ആ ഷുട്ടുവിൻ്റെ പുതിയ പ്രസവത്തിലുള്ള കൊച്ചാണിത്. 3-4 എണ്ണത്തിനെ പ്രസവിച്ചതാണ്. അതിൽ അവസാനത്തെ ഒരെണ്ണം മാത്രമേ ഇപ്പം വലുതായി ജീവനോടെ കിട്ടിയുള്ളൂ. ഇതൊക്കെ മുമ്പ് നമ്മൾ പ്രേഷ്യൻ ക്യാറ്റിനെ ഇട്ട് വെച്ചിരുന്ന കൂടുകളാണ്. ഇവിടെ ഇപ്പോൾ ഇതൊക്കെയാണ് കിടക്കുന്ന. നമ്മളെ നാടൻ പൂച്ചകളാണ് കിടക്കുന്ന. നമ്മളെ മുളക് മൊത്തം വാടി പോയിട്ടുണ്ട്. കറിവേപ്പില കണ്ട ഗൈസ്? അതുകൊണ്ട് പുളിഞ്ചി കണ്ട? കുറച്ച് ആളിന് മുമ്പ് വരെ ഇവിടെ പുളിഞ്ചിയൊക്കെ പിടിച്ചിപ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പം പുളിഞ്ചി പോലത്തൊന്നുമില്ല. എല്ലാം തീർന്നെന്ന് തോന്നുന്നു. കറിക്കൊക്കെ എടുത്താണോ പുളിഞ്ചി? കറിക്ക് എടുത്ത് ഗൈസ്, അതുകൊണ്ടാണ് തീർന്നല്ല. ഷുട്ടുവിൻ്റെ അമ്മ ഗാർഡനിൽ കയറി ഇരിക്കുന്നത് കണ്ട നിങ്ങൾ? ഷുട്ടുവിൻ്റെ അമ്മേ, കിങ്ങിണി ചോറ് കഴിച്ചാ? ഓടണ്ട ഒന്നും ചെയ്യൂലേ. അവള് പോയി. കിങ്ങിണി എവിടെ പോണ്? ഞാനും വരുന്നു. ഞാൻ നിൻ്റെ പിറകെ തന്നെയുണ്ട്. എനിക്ക് നിൻ്റെ പിറകെ നടക്കാനല്ല, ഒപ്പം നടക്കാനാണ് ഇഷ്ടം. എവിടെ പോണ്? എവിടെ? എങ്ങോട്ട് പോണ്? ഇവിടെ ഇരി, ഗാർഡനിൽ ഇരി, എന്നിട്ട് കാറ്റ് കൊണ്ടൊക്കെ ഇരി. അപ്പോഴത്തേക്ക് അമ്മ ചോറ് തരുമല്ലേ? ചോറാകുമ്പം ചോറ് തരും. കിങ്ങിണീരെ മോൻ വരുന്നു. ഷുട്ട് വരുന്നു. ഇവിടെ മനുഷ്യന്മാരെ കാട്ടി പൂച്ചകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. ഷുട്ടു ഷുട്ടു പോകണം. കിങ്ങിണിയും പോകണം. ഷുട്ടു അവിടെ പോയി കിടന്നു. നക്കി തുടയ്ക്കുന്ന അവൻ. ഷുട്ടു ഷുട്ടുവിന് മൂക്കി പിടിക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് അവൻ പോണ് കേട്ടോ, എൻ്റെ കൂടെ പിണങ്ങി. അവിടെ ആ പടിയിൽ പോയി കിടന്നു. കിങ്ങിണി ഇത് പോയി ഇതുകൊണ്ട് കൊരണ്ടി പോയിരുന്നു. ഇവിടെ കാവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ മൊത്തം മരങ്ങളും കാര്യങ്ങളുമാണ് ഗൈസ്. ചുറ്റിനും മരങ്ങളാണ്. ഈ സംഭവം കണ്ട? ഇതാണ് നെല്ലി, മറ്റേ ചുമന്ന കളറ് നെല്ലിക്ക പിടിക്കുന്ന. ഇഷ്ടംപോലെ സീസൺ ടൈമുകളിൽ ഇത് നെല്ലി പിടിക്കാറുള്ളതാണ്. ഇപ്പം നെല്ലിയൊന്നുമില്ല. ഞാൻ നെല്ലിയിലെ വേറൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളതാണ്. ഇതിൽ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും നെല്ലിക്കയൊക്കെ പിച്ചുന്നത്. അതുകൊണ്ട് ഇവിടെയും കറിവേപ്പിലയുണ്ട്. ആ കറിവേപ്പില അതിൽ ഇലയൊന്നുമില്ല, വെറുതെ കമ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ട് നമുക്ക് കുളത്തിൻ്റെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. നല്ല വെയിലുണ്ട് ഗൈസ്, ചുട്ടുപൊള്ളുന്ന വെയിൽ. എന്തോ പറയാനെന്ന് പറ. വേനൽ സമയം ആയതുകൊണ്ട് കുളത്തിലെ വെള്ളം മൊത്തവും പറ്റിക്കിടക്കുകയാണ്. ഇതാണ് കുളത്തിൻ്റെയൊക്കെ അവസ്ഥ. കുളത്തിൻ്റെ അകത്ത് വേറൊരു കുളം, ആ കുളത്തിലെ വെള്ളവും പറ്റാറായി. ചുറ്റിനും വയലുകളാണ്, ഏക്കർ കണക്കിനുള്ള വയലുകളാണ്.
മഴ സമയമാകുമ്പോൾ ഇവിടെ അടിപൊളിയാവും ഗൈസ്, സെറ്റായിരിക്കും. ഞാൻ ആ സമയത്ത് വീഡിയോ എടുത്ത് എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യാം. ഇത് മറ്റേ പഞ്ചായത്ത് കിണറാണ് ഗൈസ്. പഞ്ചായത്തല്ല, മുനിസിപ്പാലിറ്റി അല്ലേ? നമ്മളെ മുനിസിപ്പാലിറ്റിയിലെ കിണറാണ്. അങ്ങനെയാണ്ടാണ്. നമ്മളിത് പഞ്ചായത്തല്ല, മുനിസിപ്പാലിറ്റിയാണ്. ഇവിടുന്ന് ആരും വെള്ളമൊന്നും എടുക്കാറൊന്നുമില്ല. ഇവിടെ മൊത്തം ഇതിൻ്റെ അകത്ത് മൊത്തവും കാട് പോലെ പിടിച്ചും വെള്ളമൊന്നും കൊള്ളത്തൊന്നുമില്ല. ഒരുപാട് കുപ്പിയും ബിയർ കുപ്പിയൊക്കെ കിടക്കുന്നു. ഇത് നമ്മളെ വീടിൻ്റെ കയറ്റമാണ്. ഇതിലെ പോയി കഴിഞ്ഞാൽ വേറൊരു വഴി കൂടെ നമുക്ക് കയറാൻ പറ്റും. 2 സൈഡും മതിലാണ്. അതുകൊണ്ട് കഴുകന്മാർ പറക്കുന്നത് കണ്ടോ, പരുന്തും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. നമുക്ക് കാവിൻ്റെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ ചെമ്പരത്തിയിൽ മൊത്തം പൂ പിടിച്ചിരിക്കുന്നു ഗൈസ്. ഇപ്പം ചെമ്പരത്തിയൊക്കെ ഇവിടെ ഒരുപാട് പിടിക്കുന്നുണ്ട്. എന്തോ പറയാമെന്ന് പറ. ഇതാണ് നമ്മളെ വീട്ടിൻ്റെ സ്നേഹമതിൽ. ഇതാണ് കാവ്. കാവിൻ്റെ ബാക്ക് വശമാണിത്. മുമ്പ് ഇതായിരുന്നു ഫ്രണ്ട് വശം, ഇപ്പോൾ ഇത് ബാക്ക് വശമാക്കി. ഇവിടെ അടിപൊളി മരം കണ്ടാ നിൽക്കുന്നത്. നല്ല തണലും കാര്യങ്ങളും ഉണ്ട്. ഈ വേനൽ സമയത്ത് ഇവിടെ വന്ന് ഒന്ന് സമാധാനത്തോടെ ഇരിക്കാൻ അടിപൊളിയാണ്. നല്ല തണലുണ്ട്. ഈ സ്ഥലത്ത് നമ്മൾ ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കൊച്ചിയിലെ കളിക്കാറുള്ളതാണ്. അടിപൊളിയായിരുന്നു കൊച്ചിയിലേക്ക്. ഒരുപാട് ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് ഇവിടെ ക്രിക്കറ്റും ഫുട്ബോളും കുട്ടിയും കോലും അങ്ങനെ ഉള്ള ഒരുപാട് കളികൾ കളിക്കുമായിരുന്നു. ഇപ്പോൾ അതെല്ലാം മിസ് ചെയ്യുന്നു. എന്തോ പറയാനെന്ന് പറ. പിന്നെ ഈ മരം കണ്ടോ, കിളിച്ചുണ്ട മാങ്ങ പിടിക്കുന്ന മരമാണ്. മാവ്. ഈ വട്ടം മാങ്ങ കുറവാണ്. നമ്മൾ കുറച്ച് പിച്ചി എടുത്തായിരുന്നു. ഈ മാവി ഇലകളൊന്നുമില്ല, ഇലകളൊക്കെ പോയെന്ന് തോന്നുന്നു. വേനൽ സമയമായതുകൊണ്ടായിരിക്കും. ഈ മരമൊക്കെ ഒരുപാട് വർഷമായിട്ടുള്ള മരങ്ങളാണ്. ഞാൻ ജനിക്കുന്നതിന് മുമ്പായിട്ടുള്ള മരമാണെന്ന് തോന്നുന്നു, മാവാണെന്നാണ് തോന്നുന്നത്. ചുറ്റിനും തണലും കാര്യങ്ങളുമാണ്. പിന്നെ അവിടെ ബദാമു മരം കണ്ട. ദാണ്ട ഒരു പട്ടി. പട്ടികളൊക്കെ ഇപ്പോൾ സീനാണ്. ഈ പട്ടികളാണ് എൻ്റെ വീട്ടിലെ പൂച്ചക്കുട്ടീനെയൊക്കെ കടിച്ചു കൊന്നത്. ഇപ്പം തണലായതുകൊണ്ട്, ചുറ്റിനും വെയിലായതുകൊണ്ട് തണൽ പിടിച്ച് വന്ന് കിടക്കുന്നതാണ്. നമുക്കെന്തായാലും ഓട്ടിച്ച് വിടണ്ട, അതും ഒരു ജീവനല്ലേ. വീട്ടിൻ്റെ അകത്തോട്ട് വല്ലതും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടിച്ച് വിടാമല്ലേ. അപ്പം കണ്ടിട്ട് എനിക്ക് ഓട്ടിച്ച് വിടാൻ തോന്നിയില്ല. ഒരു പാവത്തിനെ പോലെ കിടക്കുന്നു. വീട്ടിൻ്റെ അകത്ത് വല്ലതും കയറി കഴിഞ്ഞാൽ ഞാൻ കൊല്ലും. എൻ്റെ കൊച്ചുങ്ങളെ വല്ലതും ചെയ്ത, എൻ്റെ ഷുട്ടൂനെയൊക്കെ വല്ലതും ചെയ്ത. ഇപ്പം അവിടെ കിടന്നോ. പിന്നെന്തോ ഉണ്ട് ഗൈസ്, ചുറ്റിനും നല്ല വെയിലുണ്ട്. ഇവിടെ മാത്രമേ തണലുള്ളൂ. കാവിൻ്റെ കാര്യം പറയാനാണെങ്കിൽ 2 ദിവസത്തിന് മുമ്പായിരുന്ന ആയില്യം കഴിഞ്ഞ് കാവിൽ അടച്ചിട്ടേക്കാണ്. ഞാൻ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടേ കാവ് ഓപ്പൺ ആക്കത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെയൊക്കെ മുമ്പ് പടം വരച്ച് വെച്ചേക്കുന്നത് കണ്ട. വർഷങ്ങൾക്ക് മുമ്പേ ഈ ഭിത്തിയിൽ മതിലിൽ എന്തിനാണ് പടം വരച്ച് വെച്ചേക്കുന്നതാണ്, പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അടിപൊളിയല്ലേ. ഇതിൻ്റെ അകത്തൊക്കെ അടിപൊളിയായിട്ട് പടങ്ങളെല്ലാം വരച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ ഇടാം. ഇപ്പോൾ എന്തായാലും ഇടാൻ പറ്റത്തില്ല, നമുക്ക് അതിൻ്റെ അകത്ത് കയറിക്കൂടാ. അതുകൊണ്ട് പൂട്ടിയിട്ട് പോയേക്കാണ്. അതുകൊണ്ട് വേറൊരു വീഡിയോയിൽ ഞാൻ എന്തായാലും അത് കാണിക്കാം. അത്രേ ഉള്ളൂ ഗൈസ്. അതുകൊണ്ട് അതാണ് എൻ്റെ വീട്. ഇതാണ് കാവ്. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ പോണു ഗൈസ്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ്, കമൻറ്റ് ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യ്, സപ്പോർട്ടൊക്കെ ചെയ്യടേ.
ബായ്.